Bail to require Failed to accused require accused to appear to before appear next before appellate next court. appellate court. അവിടുത്തെ ആ ഓഡിയോ ഒന്ന് അവിടുത്തെ ആ ഓഫാക്കി ഓഡിയോ വെക്കണേ. ഒന്ന് ഓഫാക്കി വെക്കണേ. എക്കോ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. നോക്കൂ. 1. ബിഫോർ കൺക്ലൂഷൻ ഓഫ് ട്രയൽ. ട്രയൽ തീരുന്നതിന് മുമ്പ്. ആൻഡ് ബിഫോർ ദ ഡിസ്പോസൽ ഓഫ് ദി അപ്പീൽ. അപ്പീൽ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ്. The court trying the offence or appellate court, as the case may be, shall require the accused to execute a bail bond with sureties. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? 437A പ്രകാരം എങ്ങനെയാണ് ബെയിൽ എടുക്കുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്. ബെയിൽ ടു റിക്വയർ accused to appear before the next appellate court. ഏതാ നെക്സ്റ്റ് അപ്പലേറ്റ് കോർട്ട്? മജിസ്ട്രേറ്റ് കോർട്ട് ആണെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട്, ഡിസ്ട്രിക്ട് കോടതി ആണെങ്കിൽ ഹൈക്കോർട്ട്. അതാണ് നെക്സ്റ്റ് അപ്പലേറ്റ് കോർട്ട്. മനസ്സിലായി കാണുമല്ലോ. ബിഫോർ കൺക്ലൂഷൻ ഓഫ് ട്രയൽ, ട്രയൽ തീരുന്നതിന് മുമ്പേ. ബിഫോർ ദ ഡിസ്പോസൽ ഓഫ് അപ്പീൽ, അപ്പീൽ തീരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ട്രയൽ തീരുന്നതിന് മുമ്പേ. ദ കോർട്ട് ട്രൈയിങ് ദ ഓഫൻസ് ഓർ ദ അപ്പലേറ്റ് കോർട്ട് ആസ് ദ കേസ് മേ ബി. ഏത് കോടതിയിലാണോ കേസ് ട്രയൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോടതിയിലാണോ അതിൻ്റെ അപ്പീൽ കോടതി ഉള്ളത്, അതിന് അനുസരിച്ച് ഷാൾ റിക്വയർസ് അക്യൂസ്ഡ് ടു എക്സിക്യൂട്ട് ബെയിൽ ബോണ്ട് വിത്ത് ഷുവർട്ടീസ്. ഷുവർട്ടിയോടൊപ്പം ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അക്യൂസ്ഡിന് അവകാശമുണ്ടായിരിക്കും. ടു അപ്പിയർ ബിഫോർ ദ ഹൈക്കോർട്ട് ആസ് ആൻഡ് വെൻ സച്ച് കോർട്ട് ഇഷ്യൂസ് നോട്ടീസ് ഇൻ റെസ്പെക്ട് ഓഫ് എനി അപ്പീൽ. പിന്നെ ഏത് സാഹചര്യത്തിലുണ്ടാവും? ടു അപ്പിയർ ബിഫോർ ദ ഹയർ കോർട്ട്. അവിടെ ഹയർ കോടതിയിൽ അപ്പീർ ചെയ്യണം. എവിടെ? ആസ് വെൻ സച്ച് കോർട്ട് ഇഷ്യൂ നോട്ടീസ് ഇൻ റെസ്പെക്ട് ഓഫ് എനി അപ്പീൽ ഓർ പെറ്റീഷൻ ഫയൽഡ് എഗൻസ്റ്റ് ദ ജഡ്ജ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദാറ്റ് കോർട്ട്, സച്ച് ബെയിൽ ബോണ്ട് ഷാൽ ബി ഇൻ ഫോഴ്സ് ഫോർ 6 months. അങ്ങനെ ഏതെങ്കിലും അപ്പീൽ കോടതിയിൽ നിന്ന് കക്ഷിക്ക് നോട്ടീസ് അയക്കുക ആണ് എങ്കിൽ അവിടെ അപ്പിയർ ചെയ്യണം. അങ്ങനെ എടുക്കുന്ന ബെയിലിന് എത്ര മാസത്തെ വാലിഡിറ്റി ഉണ്ടാകും? 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടാകും. ഒന്നും കൂടെ നോക്കിക്കോ. ബിഫോർ ദ കൺക്ലൂഷൻ ഓഫ് ദ ട്രയൽ ആൻഡ് ബിഫോർ ഡിസ്പോസൽ ഓഫ് ദി അപ്പീൽ, ദ കോർട്ട് ട്രൈയിങ് ദ ഒഫൻസ് ഓഫ് ദ അപ്പലേറ്റ് കോർട്ട് as the case may be shall request the accused to execute a bail bond with sureties, to appear before the higher court as when such court issues notice in respect of any appeal or petition filed against the judgment of the respective court, and such bail bond shall be in force for the 6 months. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അപ്പിയർ ചെയ്യാൻ ഫെയിൽ ആയാൽ, ഇഫ് ദി അക്യൂസ്ഡ് ഈസ് ഫെയിൽ ടു അപ്പിയർ, the bond should forfeited and the procedure under section 466 shall apply. ബോണ്ട് എന്ത് ചെയ്യും? ഫോർഫീറ്റ് ചെയ്യും. 466 പ്രകാരമുള്ള നടപടികളിലേക്ക് പോകും. മനസ്സിലായി കാണും അല്ലേ? 438 എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷൻ ടു ഗ്രാൻഡ് ബെയിൽ ടു പേഴ്സൺ അപ്രിഹെൻഡിങ് അറസ്റ്റ്. ഇതിനെയാണ് നമ്മൾ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത്. എന്ത് ജാമ്യം? മുൻകൂർ ജാമ്യം. മുൻകൂർ ജാമ്യം. ആ
എന്ന് പറഞ്ഞാൽ എന്ത് പറയും? Arrest. ആന്റിസിപ്പേറ്റർ. Oh, wait. ഓക്കെ. സാധാരണ ഹൈക്കോടതിയിൽ വരുന്ന ആന്റിസിപ്പേറ്ററി ബെയിൽ. ആന്റിസിപ്പേറ്ററി ബെയിൽ ആർക്കൊക്കെ അധികാരമുണ്ട്? Wait. ഡിസ്ട്രിക്ട് കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. Okay. കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ. എന്താ കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് കോടതി ഒരേ സമയം അധികാരം ഭരിക്കാണ് കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. Okay. മനസ്സിലായോ? Okay. Okay. യെസ്. നോക്കൂ. 438(1) Direction for grant of bail to person apprehending arrest. Apprehending എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. അല്ലല്ല, അറസ്റ്റ് ഭയപ്പെടുന്നയാൾ. അപ്രിഹെൻഷൻ ഉണ്ടെന്ന്. മനസ്സിലായോ? Okay. 1. Where any person has reason to believe that he may be arrested on accusation of having committed a non-bailable offense. എന്ത് തരം ഒഫൻസ്? Non-bailable offense. എന്നെ നോൺ ബെയിലബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഭയക്കുന്നു. Where any person has reason to believe that he may be arrested on the accusation of having committed a non-bailable offense, he may be applied to high court. എവിടെ പോകാം? High court. He may be applied to high court. Shall be എന്നല്ല. അപ്പോ വേറെ ആർക്കും കൂടെ അധികാരമുണ്ട്. മനസ്സിലായോ? Okay. The court of session എവിടെ പോകാം? District court. ഹൈക്കോടതി പോകാം. And court of session സെഷൻസ് കോടതിയിൽ പോകാം. For a direction under the section. ഏത് സെക്ഷൻ പ്രകാരം? 438 പ്രകാരം. നമ്മൾ WPC എഴുതുമ്പോൾ 226 കൊടുക്കും. അല്ലേ? ആന്റിസിപ്പേറ്ററി ബെയിൽ 438 CRPC എന്ന് എഴുതും. Petition filed under section 438 of Procedure Code 1973. അങ്ങനെയാണ് ആന്റിസിപ്പേറ്ററി എഴുതുന്നത്. മനസ്സിലായോ? Okay. മനസ്സിലായോ? ഈ ഹൈക്കോർട്ടിൽ നിന്നും ഈ സെഷൻസ് എടുക്കുന്ന നല്ല Where any person has reason to believe that he may be arrested or having committed offense. അയാളെ ഒരു നോൺ ബെയിൽ ഒഫൻസിന് അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നിയാൽ he may be applied to the high court. അയാൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ or the court of sessions സെഷൻസ് കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. or a direction under the section. ഈ സെക്ഷന്റെ ഡയറക്ഷൻ കൊടുക്കാം. that in the event of arrest. അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ he shall be released on bail.
അറസ്റ്റ് ചെയ്യരുത് എന്നല്ല, അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഹൈക്കോടതിയുടെയോ ഡയറക്ഷൻ അനുസരിച്ച് അയാളെ അപ്പോൾ തന്നെ റിലീസ് ചെയ്യും. മനസ്സിലായോ? And that court may, taking into consideration inter alia the following factors, namely, അങ്ങനെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്ന കണ്ടീഷനുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ സെഷൻസ് കോടതി രേഖപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മനസ്സിലായോ? ബാലു പോയോ? ഹലോ, അതിൻ്റെ ഗ്രാവിറ്റി, എത്ര വ്യാപ്തിയിലാണ് കുറ്റം നടന്നിട്ടുള്ളത് എന്ന് പറയണം. ദ നേച്ചർ ആൻഡ് ഗ്രാവിറ്റി ഓഫ് അക്യൂസിഷൻ. ഓക്കെ, ദി ആൻറ്റിസിഡൻസ് ഓഫ് ദി ആപ്ലിക്കൻ്റ് ഇൻക്ലൂഡിംഗ് ദ ഫാക്ട്സ് ആസ് വേർ he has previously undergone imprisonment on conviction by the court in respect of any cognizable offense. ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഇതിനു മുമ്പ് അയാൾക്കുണ്ടായിട്ടുണ്ടോ? അതാണ് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ആദ്യത്തെ ചോദ്യം എന്താ? ഈസ് എനി ക്രിമിനൽ ആൻറ്റിസിഡൻസ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ നോ ക്രിമിനൽ ആൻറ്റിസിഡൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ മൊത്തം ചെറഞ്ഞെടുത്തുകൊണ്ട് വരും. ഇയാൾക്ക് എവിടെയെങ്കിലും പെറ്റി കേസെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വരും. മനസ്സിലായോ? The antecedents of the applicant include in the facts as to whether he has previously undergone imprisonment. അയാളെ എന്തെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ? ഇതെല്ലാം ക്രിമിനൽ ആൻറ്റിസിഡൻസിൻ്റെ ഭാഗം. ഈ കാരണം എന്താണെന്നറിയാമോ? ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. ദി പോസിബിലിറ്റി ഓഫ് ദി ആപ്ലിക്കൻ്റ് ടു ഫ്ലീ ഫ്രം ജസ്റ്റിസ്. ഇയാളെ ജാമ്യം കൊടുത്താൽ, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്താൽ ഇയാൾ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നിയമത്തിനെ മറികടന്നു പോകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. വെദർ ദ അക്യൂസിഷൻ ഹാസ് ബീൻ മെയ്ഡ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് ഇഞ്ചറിങ് ഓർ ഹ്യൂമിലിയേറ്റിംഗ് ദ ആപ്ലിക്കൻ്റ് ബൈ ഹാവിങ് ഹിം സോ അറസ്റ്റഡ്. എങ്ങനെയാണ്? വെൻ ദ അക്യൂസിഷൻ has been made with object of injuring or humiliating the applicant by having him arrested. അവൻ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അക്യൂസേഷൻ സംഭവിക്കുന്ന സമയത്ത് had been made the object of injury, ഇഞ്ചുറി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ആർക്ക്? de facto complaint. or humiliating the applicant, ആപ്ലിക്കറ്റിനെ പോലീസുകാർ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഹാവിങ് ഹിം സോ അറസ്റ്റഡ്, അറസ്റ്റ് ചെയ്ത സമയത്ത് അവനെ മൂന്നാം മുറ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും ആര് നോക്കണം? ബഹുമാനപ്പെട്ട കോടതി നോക്കണം. എയ്തർ റിജക്ട് ദ ആപ്ലിക്കേഷൻ ഫോർത്ത് വിത്ത് ഓർ ഇഷ്യൂഡ് ആൻ ഇൻട്രിയം ഓർഡർ ഓർ ഗ്രാൻഡ് ഓഫ് ആൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. ഒന്നുകിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അലോ ചെയ്യും. പറയൂ. അല്ല, ഇത് ബെയിൽ നമ്മൾ നേരത്തെ എടുക്കുന്നത്, അപ്പൊ പിന്നെ ഇത് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ ആ ക്വസ്റ്റ്യൻ ഉണ്ടോ അവിടെ? ബെയിലിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇത് ആദ്യത്തെ കുറ്റമാണോ അതോ ഇയാൾ സ്ഥിരം ഇതാണോ പണി എന്ന് ചോദിക്കും. അതിനാണ് ക്രിമിനൽ ആൻറ്റിസിഡൻസ്. അതല്ല സാർ, ഇപ്പൊ ലാസ്റ്റ് നാലാമത്തെ പോയിന്റ് പറഞ്ഞല്ലോ, പോലീസ് ഇഞ്ചുറി വരുത്തിയെന്നൊക്കെ ചോദിക്കാൻ. അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഇഞ്ചുറി വരില്ലല്ലോ. അക്യൂസിഷൻ ഹാസ് ബീൻ മെയ്ഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇഞ്ചുറി. ആർക്ക്? നമ്മളിപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് തോന്നിയിട്ടാണല്ലോ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വരുന്നത്. അപ്പോൾ ഞാനാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വരുന്നതെന്ന് വെച്ചോ, ബാലുവിന് ആണ് തല്ലിയത്, ബാലുവിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഹ്യൂമിലിയേറ്റിംഗ് ദ ആപ്ലിക്കൻ്റ് ബൈ ഹാവിങ് സോ അറസ്റ്റഡ്, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്തിനാ ഇയാൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വരുന്നേ? പോലീസുകാർ കുനിച്ച് നിർത്തി കൂമ്പിനിടിക്കുമെന്നത് കൊണ്ടല്ലേ. അല്ലാതെ അവിടെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി എന്നാണെങ്കിൽ പിന്നെ അകത്ത് പോയി കിടന്ന് 15 ദിവസം കഴിഞ്ഞ് പൊരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇൻ ദ ഈവന്റ് ഓഫ് അറസ്റ്റ്
മൂന്നാം മുറ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നും പരിഗണിക്കണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് എന്ത് കൊടുക്കുന്നത്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നത് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയല്ല, ഐ ആം റെഡി ടു കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. കസ്റ്റോഡിയൽ ഇന്റർവേഷൻ ഈസ് നോട്ട് നെസസറി. കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ആം റെഡി ടു കോപ്പറേറ്റ് എന്നാ പറയുന്നത്. മാത്രമല്ല, ഈഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറസ്റ്റഡ് മീ, they will impose the harsh remedy of third degree methods. എന്നെ അവർ ചവിട്ടി എന്ത് ചെയ്യും, നോക്കും. അതുകൊണ്ട് എനിക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വേണമെന്നാണ് പറയുന്നത്. അല്ല ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്നല്ല പറയുന്നത്. നിരപരാധിയാണ്, കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ വാദമാണ്. ആദ്യത്തെ വാദം എന്തുവാ, ഐ ആം റെഡി ടു കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. Custodial interrogation is not necessary. If the police arrested me, they will impose third degree methods. അല്ലാതെ ഞാൻ നിരപരാധിയാണ് എന്ന് ഫസ്റ്റ് വാദം പറയുമെന്നെ അപ്പോഴേ ഡിസ്മിസ് ചെയ്ത് കയ്യിൽ തരും. ഓക്കെ, അതിനാണ് നമ്മളിവിടെ പറഞ്ഞത് എന്തുവാ, വെദർ ദ അക്യൂസിഷൻ ഹാസ് ബീൻ മെയ്ഡ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് ഇഞ്ചുറിങ്. അത് ഇപ്പം ഇവൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന കുറ്റം അവനെ മുറിവേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണോ ചെയ്തത്, ഓർ അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റിംഗ് ദ ആപ്ലിക്കൻ്റ്. ഇവിടെ അപേക്ഷയുമായി വന്നവനെ ബൈ ഹാവിങ് ഹിം സോ അറസ്റ്റഡ്, അവനെ അങ്ങനെ അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, അവന് ഇഞ്ചുറി ഉണ്ടാവുമോ? അടുത്തത്, എയ്തർ റിജക്ട് ദ ആപ്ലിക്കൻ്റ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, ആപ്ലിക്കൻറ്റിനെ റിജക്റ്റ് ചെയ്യാം. എയ്തർ റിജക്ട് ദ ആപ്ലിക്കൻറ്റ്, ഫോർത്ത് വിത്ത് ഓർ ഇഷ്യൂ ആൻ ഇൻട്രിയം ഓർഡർ, അല്ലെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാം. ഫോർ ഗ്രാൻഡ് ഓഫ് ആൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അവനെ ജാമ്യത്തിൽ വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയേ പാടുള്ളൂ എന്ന് പറയാം. അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ ഷുവട്ടിയെ വെച്ചുകൊണ്ട് ജാമ്യത്തിൽ വിടണം എന്നും ഓർഡർ പാസ്സാക്കാം. മനസ്സിലായോ? മനസ്സിലായോ? അല്ലാതെ അറസ്റ്റ് ചെയ്യരുത് എന്നല്ല ഓർഡർ. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ അന്ന് തന്നെ വിടണമെന്നാ ഓർഡർ. ഓക്കെ, അതിനാണ് ചില സിനിമയിലൊക്കെ കാണിക്കുന്നത്, പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഒരു പേപ്പർ കൊണ്ട് കാണിക്കും. അപ്പോഴേ പോലീസുകാർ ഈ ശരിയെന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നേ, 2 ജാമ്യക്കാരെ കൊണ്ടുവരാൻ പറയും. ആ ജാമ്യക്കാരെ ഇവനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് അയാളെ ജാമ്യവും രേഖപ്പെടുത്തി വിട്ടയക്കും. അല്ലാതെ സിനിമയെ കാണിക്കുന്ന അറസ്റ്റ് അല്ല അറസ്റ്റ്. മനസ്സിലായോ? സിനിമയെ കാണിക്കുന്ന നായകൻ ഹീറോയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത് കളി വേറെ, ഇത് CRPC. കേട്ടോ? ശരി. പ്രൊവൈഡഡ് ദാറ്റ്, എന്നിരുന്നാലും whether the court or as the case may be, the court of session has not to pass interim order. Court of session has not to pass the interim order in subsection or has rejected the application of granting anticipatory bail. അപ്പോൾ നമ്മൾ കോർട്ട് ഓഫ് സെഷൻ സമീപിച്ചു, കോർട്ട് ഓഫ് സെഷൻ ഇൻട്രിയം ഓർഡർ പാസ്സാക്കുന്നില്ല, നമുക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിലും തരുന്നില്ലെങ്കിൽ it shall open to the officer in charge of the police station to arrest him. അപ്പോൾ ജില്ലാ കോടതി നമുക്ക് എന്ത് തരുന്നില്ല, ഇൻട്രിയം ഓർഡർ പാസ്സാക്കുന്നില്ല. രണ്ടാമത് ജില്ലാ കോടതി എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിലും തന്നില്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അയാളെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു സാഹചര്യം വന്നാൽ, നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇന്ന് ഒക്ടോബർ 1 ആണല്ലോ. ഒക്ടോബർ 1 ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. 2-ാം തീയതി നാളെ അവധിയാണ്, ശനിയാഴ്ച അവധിയാണ്, ഞായറാഴ്ച അവധിയാണ്. ഞായറാഴ്ച അയാളെ അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച കേസ് ബെഞ്ചിൽ പോസ്റ്റ് ചെയ്ത് വന്നു. എന്തു ചെയ്യും?
ഞായറാഴ്ച അറസ്റ്റ് ചെയ്തു, തിങ്കളാഴ്ച കേസ് വന്നു, എന്തു ചെയ്യും? കേസ് പിൻവലിക്കും. നമ്മൾ എന്തിനാ കോടതി കേസ് കൊടുത്തേക്കുന്നത്? അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ജാമ്യം കിട്ടണമെന്നാ. അല്ലേ? അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ, പിന്നെ ആ കേസിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അറസ്റ്റ് ആ ഒരു ടൈം കിട്ടുമോ നമുക്ക്? ഈ അറസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ജാമ്യം എന്ന് പറയുന്നത് അത്രയും ടൈം കിട്ടും? അറസ്റ്റിന് മുന്നേ തന്നെ അങ്ങനെ വെയിലെടുക്കാൻ? ബഹുഭൂരിപക്ഷം കേസുകളും അറസ്റ്റ് ചെയ്യേണ്ട കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ ഈസ് നോട്ട് നെസസറി എന്ന് ജഡ്ജിക്ക് തോന്നിയാൽ ജാമ്യം തരും. അല്ല, അതല്ല സാർ, ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണല്ലോ പോകുന്നത്. ഈ ആ ടൈമിൽ കിട്ടി അറസ്റ്റ്, അതിനും ഈ ബെയിലിന് എടുക്കാൻ ഒരു ഉദ്ദേശിക്കുന്ന ടൈം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനൊന്നും കിട്ടണമെന്നില്ല. ഇപ്പം നോക്കൂ, 302 അയാൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയില്ലെങ്കിൽ അയാൾ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അറസ്റ്റ് ചെയ്ത് നോക്കും. അല്ലെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട കേസാണ്, അല്ലെങ്കിൽ വിദേശ ബന്ധവുമായിട്ടുള്ള കേസാണ്. ആന്റിസിപ്പേറ്ററി ബെയിലിന് പോയി, ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുമോ എന്ന് നോക്കി കോടതി നടപടികൾ നോക്കിയിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇയാൾ മുങ്ങും. പാസ്പോർട്ട് പിന്നെ ഞാൻ ബെയിൽ കൊടുക്കുന്ന ആളുടെ ഞാൻ ഇപ്പൊ എനിക്ക് ഒരു എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് വയ്ക്കുക. അപ്പൊ ഞാന് ഇപ്പം പോലീസ് അപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കേസ് കൊടുത്ത് ബെയിൽ കിട്ടണ്ട, അത്രയും പോലീസ് അതിന് മുന്നേ എന്നെ അറസ്റ്റ് ചെയ്യാമല്ലോ. അത് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനല്ല, പോലീസ് വെയിറ്റ് ചെയ്തില്ല, പോലീസ് അറസ്റ്റ് ചെയ്യും. ഓക്കെ. അല്ല, അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ എളുപ്പത്തിന് എടുക്കാമല്ലോ? അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു വകുപ്പുമില്ല. ഒളിച്ചു നിൽക്കുക എന്നല്ലാതെ വേറെ വകുപ്പൊന്നുമില്ല. നമ്മള് ഒളിച്ചു ചെന്നിട്ട് ഇതെടുത്ത് കഴിക്കേണ്ടി വരും. നമ്മൾ ഒളിവിൽ പോയിട്ട് ആന്റിസിപ്പേറ്ററി ബെയിലിന് അപ്ലൈ ചെയ്ത് ബെയിൽ വാങ്ങിയിട്ട് വരേണ്ടി വരും. അല്ല, മണിച്ചന്റെ കേസ് അറിയത്തില്ലേ? മണിച്ചൻ ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് മുങ്ങി നടന്നതല്ലേ. അങ്ങനെ ഇവിടുത്തെ വലിയ വലിയ ഫ്രോഡുകളെല്ലാം അങ്ങനല്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ, ശരി നോക്കൂ, provided that where the High Court or the case may be the Court of Session has not passed any interim order under subsection or has rejected the application of grant of anticipatory bail, it shall open the officer in charge of a police station to arrest that person. അങ്ങനെയാണ് എങ്കിൽ പോലീസുകാർക്ക് എന്ത് ചെയ്യാം? അയാളെ അറസ്റ്റ് ചെയ്യാം വിത്തൗട്ട് വാറണ്ട്. അതിനെന്ത് വേണ്ട? വാറണ്ടിൻ്റെ ആവശ്യമില്ല. ഏത് കേസിലാണ് വാറണ്ട് വേണ്ടേ? നോൺ കോഗ്നിസബിൾ ഒഫൻസിലാണ് വാറണ്ട് വേണ്ടത്. കോഗ്നിസബിൾ ഒഫൻസിൽ എന്ത് വേണ്ട? വാറണ്ട് വേണ്ട. The applicant on the basis of the accusation apprehended such application. അങ്ങനെ the application on the basis of accusation apprehended in such application, അങ്ങനെ അയാൾ കുറ്റക്കാരനാണ് എന്ന് തോന്നിയാൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻറ്റിസിപ്പേറ്ററി മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇടക്കാല ഉത്തരവില്ല എങ്കിൽ, കോടതി തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാം. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്നറിയാമോ? സാധാരണഗതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ മൂവ് ചെയ്താൽ കക്ഷി വലിയ കുഴപ്പക്കാരനോ നാട് വിട്ട് പോവാത്തവനോ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അറസ്റ്റ് ചെയ്യത്തില്ല. ജാമ്യം തള്ളുമോ ഇല്ലയോ എന്ന് നോക്കും. തള്ളിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. അടുത്തത് പക്ഷെ ആ പോലീസുകാരെ കാണേണ്ട പോലൊക്കെ പോയി കാണേണ്ടി വരും കേട്ടോ. അടുത്തത് 1A, where the court grant an interim order under subsection 1. കോടതി സബ്സെക്ഷൻ 1 പ്രകാരം ഒരു ഇൻട്രിയം ഓർഡർ കൊടുക്കുന്നു എങ്കിൽ it shall forthwith case a notice being not less than 7 days notice together with the copy of such order be served on the public prosecutor. അങ്ങനെ ഒരു ഇൻട്രിയം ഓർഡർ പ്രകാരം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്താൽ
ആ ഇൻട്രിയം ഓർഡറും ആപ്ലിക്കേഷനും കൂടി ആർക്ക് കൊടുക്കണം? പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൊടുക്കണം. ഫോർത്ത് വിത്തൗട്ട് ഡിലേ കൊടുക്കണം. ആൻഡ് ദ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, SP-ക്ക് കൊടുക്കണം. വിത്ത് എ വ്യൂ ടു ദ പബ്ലിക് പ്രോസിക്യൂട്ടർ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ബി ഹേർഡ് വെൻ ദ ആപ്ലിക്കേഷൻ ഷാൽ ബി ഫൈനലി ഹേർഡ് ബൈ ദ കോർട്ട്. ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഫൈനലായി കേൾക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രിയം ഓർഡർ ഉണ്ട് എങ്കിൽ ആ ഓർഡർ എന്ത് ചെയ്യണം? SP-ക്കും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും കൈമാറിയിരിക്കണം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. മനസ്സിലായോ? അടുത്തത് 1B. In the presence of the application seeking anticipatory bail shall be obligatory at the time of final hearing of the application. എന്താണ്? The presence of the applicant seeking anticipatory bail shall be obligatory at the time of final hearing of the application. Passing of final order by the court, if on an application made by the public prosecutor, the court considers such presence necessary in the interest of justice. അങ്ങനെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുമ്പോൾ ആരാണോ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് അപേക്ഷ കൊടുത്തത് അയാൾ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി വേണമെങ്കിൽ ആർക്ക് നിർദ്ദേശം കൊടുക്കാം? കോടതിക്ക് നിർദ്ദേശം കൊടുക്കാം. അത് വളരെ അത്യാവശ്യമായി തോന്നുന്ന ഘട്ടത്തിൽ കോടതിക്ക് നിർദ്ദേശം കൊടുക്കാം. അപ്പോൾ ഒരു അപകടമുണ്ട്. എന്താ അപകടം? ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്താൽ അവിടെ നിൽക്കുന്ന പോലീസുകാർ തന്നെ അവനെ തൂക്കിയെടുത്തങ്ങാകത്തു. അതുകൊണ്ട് വക്കീലന്മാരാരും കക്ഷിയോട് വരാൻ പറയത്തില്ല. കക്ഷി ജോലി സ്ഥലത്താണ്, കക്ഷി നാട്ടിലില്ല എന്നെങ്കിലും പറയത്തേ ഉള്ളൂ. ഒളിവില എന്ന് പറയാൻ പറ്റൂ? പറ്റത്തില്ലല്ലോ. ശരി, അടുത്തത് 2. When High Court or the Court of Session make direction under subsection 1, സബ്സെക്ഷൻ 1 പ്രകാരം ഒരു ഇൻട്രിയം ഓർഡർ ഹൈക്കോടതിയോ സെഷൻസ് കോടതിയോ പറഞ്ഞാൽ ഇറ്റ് മേ ഇൻക്ലൂഡ് സച്ച് കണ്ടീഷൻ ഇൻ സച്ച് ഡയറക്ഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഫാക്ട്സ് ആൻഡ് പർട്ടിക്കുലർ കേസ് ഇറ്റ് മേ തിങ്ക് ഫിറ്റ് ഇൻക്ലൂഡിങ്. താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം എന്ത് പറയാൻ? സെഷൻസ് കോർട്ടോ ഹൈക്കോടതിയോ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് എന്ത് കൊടുക്കാൻ? ഡയറക്ഷൻ കൊടുക്കേണ്ടത്. മനസ്സിലായോ? എ കണ്ടീഷൻ ദാറ്റ് എ പേഴ്സൺ ഷാൽ മേക്ക് ഹിംസെൽഫ് അവൈലബിൾ ഇൻ ദ ഇൻട്രോഗേഷൻ ബൈ ദ പോലീസ് ഓഫീസർ ആസ് വെൻ റിക്വയർഡ്. എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എപ്പോൾ ആവശ്യപ്പെട്ടാലും എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന കണ്ടീഷനോട് കൂടി മാത്രമേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ എന്താ? എ കണ്ടീഷൻ ദാറ്റ് എ പേഴ്സൺ ഷാൽ നോട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി മേക്ക് എൻ ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെട്ട് ഓർ പ്രോമിസ്. ഇൻഡ്യൂസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല, ത്രെട്ട് ചെയ്യാൻ പാടില്ല, പ്രോമിസ് ചെയ്യാൻ പാടില്ല, ITP ചെയ്യാൻ പാടില്ല. ഇൻഡ്യൂസ്മെൻറ്റ്, ത്രെട്ട്, പ്രോമിസ്, ITP. എനി പേഴ്സൺ acquainted with the facts of the case so dissuade him from disclosing the facts of the court to any police officer. നോക്കൂ, എന്ന് പറഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷികളെയും അക്യൂസ്ഡ് സ്വാധീനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ദിലീപിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ അത്രയും നാൾ അവിടെ കിടന്നു. എന്താ? ദിലീപ് പുറത്തു പോയാൽ, ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ദിലീപ് പുറത്തു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? സാക്ഷികളെ സ്വാധീനിക്കും, സാക്ഷികൾ കൂറുമാറും. അതുകൊണ്ട് ദിലീപിനെ പുറത്തു വിട്ടാൽ അന്വേഷണത്തിനെ ബാധിക്കും. ബിക്കോസ് ഹീ ഈസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ. പണം ഉപയോഗിച്ചും അല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അല്ല, സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യാമല്ലോ. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ വെക്കുന്നത്. അടുത്തത്, എ കണ്ടീഷൻ ദാറ്റ് എ പേഴ്സൺ ഷാൽ നോട്ട് ലീവ് ഇന്ത്യ. ഇന്ത്യ വിട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറയും കോടതി.
A condition that a person shall not leave India without the previous permission of the court. Such other condition as may impose under subsection 3 or section 437 as if the bail were granted under that section. എന്താ പറഞ്ഞേ? സച്ച് അതർ കണ്ടീഷൻ, മറ്റെന്ത് വ്യവസ്ഥകളും ആർക്ക് ചേർക്കാം? കോടതിക്ക് ചേർക്കാം. മേ ഇമ്പോസ് അണ്ടർ സബ്സെക്ഷൻ 3 ഓർ സെക്ഷൻ 437 ആസ് ദ ബെയിൽ വെയർ ഗ്രാൻഡഡ് അണ്ടർ ദി സെക്ഷൻ. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്താൽ ഈ മുകളിൽ പറഞ്ഞ കണ്ടീഷൻ അല്ലാതെ മറ്റെന്ത് കണ്ടീഷനും ആർക്ക് ചേർക്കാം? കോടതിക്ക് ചേർക്കാം. അടുത്തത് 3. ഈ സച്ച് പേഴ്സൺ ഈസ് thereafter arrested without warrant by an officer in charge of a police station on such occasion and is prepared either at the arrest at time while in custody of such officer is give bail. ഇങ്ങനെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? ബെയിലിൽ വിട്ടയക്കണം. He shall release the on bail, and if the magistrate is taking cognizance of such offence, decide that a warrant should be issued the first instance against the person, he shall issue the bailable warrant, conformity the direction of the court. അങ്ങനെ ജില്ലാ കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്ന സാഹചര്യത്തിൽ ഒരാളെ കോടതിയിൽ എത്തിക്കേണ്ട സാഹചര്യം വന്നാൽ പോലും എന്ത് ബെയിലേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ? വെയിലബിൾ വാറണ്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ അപ്ലൈ ടു എനി കേസ് ഇൻവോൾവിംഗ് അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ഓൺ അക്യൂസിഷൻ ഓൺ ഹാവിംഗ് കമ്മിറ്റഡ് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 376, 376A, 376. അതായത് സെക്ഷലി റിലേറ്റഡ് ഒഫൻസ് ആണെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാനും പാടില്ല. അവൻ അകത്ത് കിടന്ന് ശേഷം മാത്രം ജാമ്യം കൊടുത്താൽ മതി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? CRPC പറഞ്ഞിട്ടുണ്ട്. സെക്ഷലി റിലേറ്റഡ് ഒഫൻസ് ആണെങ്കിൽ അവൻ എന്ത് കൊടുക്കരുത്? ആൻറ്റിസിപ്പേറ്ററി കൊടുക്കരുത്. മനസ്സിലായോ? എന്തെങ്കിലും പറയണോ? അവസാനം പറഞ്ഞത് പുസ്തകം പഴയതായിരിക്കും. 18 ആണെങ്കിലും 18ന്റെ അവസാനമോ കൂട്ടിച്ചേർത്തേ. നിങ്ങൾ ആദ്യം പുസ്തകം വാങ്ങിക്കാണും. ഓഗസ്റ്റിലാണ് കൂട്ടിച്ചേർത്തത്. അതിനാണ് ലോ പഠിക്കുമ്പോൾ പുതിയ പുസ്തകം പഠിക്കണമെന്ന് പറയുന്നത്. ഞാൻ എല്ലാ വർഷവും പുതിയ പുസ്തകം വാങ്ങും. നോക്കൂ, അവിടെ പറഞ്ഞെന്താ അറിയാമോ? അത് ശ്രദ്ധിക്കൂ. എന്തായാലും പുസ്തകത്തിൽ ഇല്ലാത്തതല്ലേ. നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ അപ്ലൈ ടു എനി കേസ് ഇൻവോൾവിംഗ് അറസ്റ്റ് ഓഫ് എ പേഴ്സൺ അക്വിസിഷൻ ഹാവിംഗ് കമ്മിറ്റഡ് ദ ഒഫൻസ് ഓഫ് 376. എഴുതി ചേർത്തോ അവിടെ. 376AB, 376DA, 376DB of IPC 45 of 1860 എന്ന് പറഞ്ഞാൽ റേപ്പാണെങ്കിൽ 376 റേപ്പാണെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കരുത്. അവൻ അകത്ത് കിടന്ന് കുറച്ച് നാൾ പരുവം വന്നതിന് ശേഷം ബെയിൽ കൊടുത്താൽ മതി എന്നാ CRPC പോലും പറഞ്ഞേക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഐ ആം അബൈഡ് ബൈ ദ എനി കണ്ടീഷൻ ഇമ്പോർഡ് ബൈ ദിസ് ഓണറബിൾ കോർട്ട് എന്നും പറഞ്ഞുകൊണ്ട് വക്കീലന്മാർ ജഡ്ജിയുടെ കാല് പിടിക്കുന്നത്. 376 ആൻറ്റിസിപ്പേറ്ററി ബെയിലും കൊണ്ടല്ലേ വരുന്നേ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞാലും കാല് പിടിക്കും. കാരണം കക്ഷിയുടെ നിന്ന് പൈസ മേടിച്ചിട്ടല്ലേ ചെല്ലുന്നത്. അപ്പം ബെയിൽ മേടിച്ച് കൊടുക്കണ്ടേ? ചിലർ പ്ലീസ് എന്നൊക്കെ പറയും. ചിലപ്പോൾ അങ്ങ് കൊടുക്കും. എന്നും കാണുന്നവരല്ലേ.
ഈ വക്കീലും ജഡ്ജി എന്നും കാണുന്നവരല്ലേ, ഓക്കെ. കാല് പിടിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൊടുക്കല്ലേ. മനുഷ്യനല്ലേ, കമ്പ്യൂട്ടറൊന്നും അല്ലല്ലോ. അടുത്തത് 438 കണ്ടോ? 438 കഴിഞ്ഞല്ലോ. ആ പിന്നെ ഏതാ ഉള്ളേ? 439. 439 special power of the High Court or the Court of Session to grant regarding bail. ബെയിലുമായി ബന്ധപ്പെട്ട് ആ ബെയിൽ ഏതാ? റെഗുലർ ബെയിൽ. എന്ത് ബെയിലാ? റെഗുലർ ബെയിൽ എന്ന് പറഞ്ഞാൽ അകത്ത് കിടന്നിട്ട് എടുക്കുന്ന ജാമ്യം. ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കാതെ എടുക്കുന്ന ജാമ്യം. A high court or session court may direct. അവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോർട്ട് ഓർ സെഷൻസ് കോർട്ട്. ഒന്നുകിൽ ഹൈക്കോർട്ട് അല്ലെങ്കിൽ സെഷൻസ് കോർട്ട്. അപ്പോൾ എവിടെ പോകണം? സെഷൻസിൽ പോകാം, ഹൈക്കോർട്ടിലും പോകാം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ പോയി തള്ളിയാൽ സെഷൻസിൽ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് സാധാരണ വക്കീലന്മാർ ആദ്യം എവിടെ പോവും? സെഷൻസ് കോടതിയിൽ പോവും. എന്നിട്ടൊന്ന് പറഞ്ഞൊക്കെ നോക്കും. ആ തള്ളിയാ തള്ളി, ആ ശരി ഹൈക്കോടതി പോകാമല്ലോ എന്ന ധൈര്യത്തിലാണ് ജില്ലാ കോടതിയിൽ പോയി പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഹൈക്കോടതി വന്ന് മേടിച്ചോണ്ട് പോകും. That any person accused of an offence and in the custody to be released on bail, and if the offence is of nature specified in subsection 3 or section 437 may impose any condition which considers necessary for the purpose of mention in that section. അപ്പോൾ 437 സബ് ക്ലോസ് 3 പ്രകാരം 437 സബ് ക്ലോസ് 3 എന്തോ പറഞ്ഞേക്കുന്നേ? When the person is accused and suspected to commission of an offence punishable with imprisonment for 7 years or more, okay, or offender under chapter 6 16 പിന്നെന്താ പറഞ്ഞേക്കുന്നേ 17 അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ വന്നാൽ, എന്തൊക്കെയാ പറഞ്ഞേ? ഡെത്ത് സെന്റൻസ് വന്നാൽ പണിഷ്മെന്റ് മാക്സിമം ഡെത്ത് സെന്റൻസ്, മാക്സിമം ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് വന്നാൽ, മാക്സിമം 10 years ഇംപ്രിസൺമെന്റ് വന്നാൽ, മാക്സിമം 7 or more വന്നാൽ അയാളെ എന്ത് ചെയ്യണം? 439 പ്രകാരം റെഗുലർ ബെയിലിന് എവിടെ വരാം? ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും വരാം. മനസ്സിലായോ? ഓക്കെ, യെസ്. അടുത്തെന്താ പറയുന്നേ? That any condition imposed by the magistrate when releasing any person on bail to be set aside or modified. എന്താ പറയുന്നേ? That any condition imposed by the magistrate when releasing the person on bail set aside or modified. ഒരു വ്യക്തിയെ ബെയിലിൽ നിന്ന് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് എന്തെങ്കിലും കണ്ടീഷൻ ഇമ്പോസ് ചെയ്താൽ അത് സെറ്റ് അസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയും ജില്ലാ കോടതിയിലും വരാം. എവിടെയും വരാം? ഹൈക്കോടതിയിലും വരാം. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അടുത്തത് പ്രൊവൈഡഡ് ദാറ്റ് എന്നിരുന്നാലും the High Court or the Court of Session shall, before granting bail to the person who is accused of an offence which is triable exclusively by the Court of Session. എങ്ങനെയാണെങ്കിൽ ഒരു സെഷൻസ് കോടതിയിൽ മാത്രമേ ട്രയൽ ചെയ്യാൻ പറ്റൂ എന്ന ഒരു കേസിന് ബിഫോർ ഗ്രാൻഡിങ് ബെയിൽ കിട്ടുന്നതിന് മുമ്പ് the person is accused of an offence triable exclusively by the Court of Session or which
ദോ നോട്ട് ടു ബി ട്രയബിൾ ഈസ് പണിഷ്ഡ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. അങ്ങനെ ട്രയൽ ചെയ്യപ്പെടുന്ന ഒരു കേസ് എന്താണെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ആണെങ്കിൽ, ലൈഫിൻ്റെ കേസാണെങ്കിൽ, ഗീവ് നോട്ടീസ് ടു ദ ആപ്ലിക്കേഷൻ ഫോർ ടു ദ പബ്ലിക് പ്രോസിക്യൂട്ടർ. അങ്ങനെ കൊടുക്കുമ്പോൾ ആർക്ക് നോട്ടീസ് കൊടുക്കണം? പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നോട്ടീസ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ടാൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അതിൻ്റെ കോപ്പി കൊടുക്കണം എന്നാണ് എൻ്റെ അർത്ഥം. നോട്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കണമെന്ന് അർത്ഥം? കോപ്പി കൊടുക്കണം. യെസ്, കോപ്പി ടു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നും പറഞ്ഞ് എഴുതി നമ്മളൊരു കോപ്പി ആർക്ക് കൊടുക്കും? പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുക്കും. അതാണ് PPക്ക് കൊടുക്കും. ഇറ്റ് ഈസ് ഫോർ ദ റീസൺ ടു ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ്. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ റീസൺ റെക്കോർഡ് ചെയ്യണം. എങ്ങനെ? റൈറ്റിംഗ്. ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ടു ഗീവ് സച്ച് നോട്ടീസ്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ PPക്ക് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ PPക്ക് നോട്ടീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എവിടെ എഴുതി വെച്ചിരിക്കണം? നമ്മുടെ ആപ്ലിക്കേഷൻ എഴുതി വെച്ചിരിക്കണം. മനസ്സിലായോ? എന്ത് ന്യായം പറഞ്ഞാലും PPക്ക് കോപ്പി കൊടുക്കാത്ത ബെയിൽ ആപ്ലിക്കേഷൻ എടുക്കുക കേട്ടോ. അത് റീസൺ എന്തുവാ? PP ഇല്ല. PP ഇല്ലെങ്കിൽ പകരം ചാർജുള്ള ആള് കാണും. ഓക്കെ, അല്ലെങ്കിൽ വളരെ അർജന്റായിട്ട് കേൾക്കേണ്ടതാണ്, PP അവധിയാണ്, വേറെ ആൾ വന്നിട്ടില്ല എങ്കിൽ വളരെ അർജന്റായിട്ട് കേൾക്കേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊക്കെ ഈ പഴുതുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഹൈലി പവർഫുൾ പേഴ്സണ് വേണ്ടിയിട്ടാണ്. സാധാരണക്കാരായ നമ്മൾ ഈ നിയമം എന്ന് പറഞ്ഞാൽ, പണ്ടൊരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിയമം എന്ന് പറഞ്ഞ ശരി നോക്കൂ. Provided further that the High Court or the Court of Session shall before granting bail, ഒരു ഹൈക്കോടതിയോ ഒരു ജില്ലാ കോടതിയോ ജാമ്യം കൊടുക്കുന്നതിന് മുമ്പേ ബിഫോർ ഗ്രാൻഡിങ് ബെയിൽ ടു പേഴ്സൺ ഹൂ ഈസ് അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് ട്രയബിൾ അണ്ടർ സബ്സെക്ഷൻ 3, സബ്സെക്ഷൻ 3 പ്രകാരം ട്രയൽ ചെയ്യപ്പെടേണ്ട ഒരു കേസാണെങ്കിൽ, ഓ സെക്ഷൻ 376, 376AB നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ റേപ്പ് ആണെങ്കിൽ, give a notice the application to bail to the public prosecutor when the period of 14 days from the date or receipt of the notice of such application. അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒരു നോട്ടീസ് കിട്ടിയാൽ 376 പ്രകാരമുള്ള കേസാണെങ്കിൽ 14 ദിവസത്തിന് മുമ്പേ ആർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം? പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ബെയിൽ ആപ്ലിക്കേഷൻ എന്ന് ഫയൽ ചെയ്താലും 15 ദിവസം വരെങ്കിലും അവൻ മിനിമം അകത്ത് കിടക്കണം. അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. പിറ്റേന്നല്ലേ ഫയൽ ചെയ്യാൻ പറ്റും. പിറ്റേന്ന് വക്കീലിനെയൊക്കെ വന്ന് കണ്ട് വക്കീലൊക്കെ എഴുതി തയ്യാറാക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞെന്ന് വെച്ചു. അപ്പോൾ 15 2 17 ദിവസം മിനിമം അവനകത്ത് കിടക്കും. അതിനുശേഷം പബ്ലിക് പ്രോസിക്യൂട്ടർ ഡയലോഗ് പറയും, ഇൻസ്ട്രക്ഷൻ വന്നിട്ടില്ലെന്ന്. അപ്പോൾ വീണ്ടും ഒരു 15 ദിവസം കൂടെ നോക്കും. എനിക്കൊരു മർഡർ അടുത്തത് 1A. ദ പ്രസൻസ് ഓഫ് ഇൻഫോർമൻറ്റിൻ്റെ പ്രസൻസിൽ or any person authorized by him shall be obligatory at the time of hearing the application for bail to the person under subsection 3 or section 376, 376AB, 376D of Indian Penal Code. അപ്പോൾ ഇത്തരം സെക്ഷനുകളിൽ എന്ത് വേണം? ഇൻഫോർമൻറ്റിൻ്റെ ഓതറൈസേഷനും കൂടി കേൾക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും കേൾക്കത്തില്ല, കോടതി അങ്ങ് തീരുമാനിക്കത്തേ ഉള്ളൂ. ഹൈക്കോർട്ട് ഓർ ദ സെഷൻ കോർട്ട് മേ ഡയറക്ട് ദാറ്റ് പേഴ്സൺ ടു ഹൂം റിലീസ് ഓൺ ബെയിൽ അണ്ടർ ദിസ് ചാപ്റ്റർ ആൻഡ് അറസ്റ്റഡ് ആൻഡ് കമ്മിറ്റ് ഹിം ടു കസ്റ്റഡി. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ. അല്ല, പ്രൊവൈഡ് ഫർദർ ദാറ്റ് വരുന്നത് അതുകൊണ്ടുള്ളത് എൻ്റെ ഇല്ല കേട്ടോ.
ഇവർ അതാണ് വായിക്കുന്ന പുതിയ ഉണ്ണിയൊന്നും. പുസ്തകം. പുതിയ പുസ്തകം അതല്ലേ ഞാൻ പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് നിയമമാണെങ്കിൽ ദ ലേറ്റസ്റ്റ് ബുക്ക് മസ്റ്റ് ബി റെഫേർഡ്. ഈ പുതിയ പുസ്തകത്തിലെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. പഴയ പുസ്തകം എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഐ അഡ്വൈസ് യു ടു ബ്രിങ് എ ന്യൂ ബുക്ക് 2020 CRPC കേട്ടോ. എത്ര രൂപ വിലയെന്ന് അറിയാമോ? 140 രൂപ കണ്ടേ ഉള്ളൂ. വലിയൊരു വിലയൊന്നും അല്ലല്ലോ. രൂപയാണ് 270. അപ്പോൾ അങ്ങനെ വേണ്ട. നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ എഴുതിയെടുക്കുന്നതാണെങ്കിൽ എഴുതിയെടുത്തോളൂ. 439 അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. വലിയ 1 2 അങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത്. 1 2 കുഴപ്പമില്ല. അത് 439 എഴുതിയെടുക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ. 439 എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദ പ്രസൻസ് ഓഫ് ഇൻഫോർമൻസ് ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഷാൽ ബി ഒബ്ലിഗേറ്ററി അറ്റ് ദ ടൈം ഓഫ് ഹിയറിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് ബെയിൽ ഫോർ പേഴ്സൺ അണ്ടർ സെക്ഷൻ 376. ഇപ്പോൾ റേപ്പിൻ്റെ ആണ് ബെയിൽ കൊടുക്കുന്നതെങ്കിൽ ഇൻഫോർമൻറ്റിനെ കോടതി എന്ത് ചെയ്യണം? വിളിച്ച് കേൾക്കണം എന്നാണ് പറയുന്നത്. അതൊന്നും നടക്കാറില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് വെറുതെ എന്നെ റേപ്പ് ചെയ്യുന്നെന്ന് കയറി പറയൂ? ഇല്ലല്ലോ. അങ്ങനെ റേപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ മെഡിക്കൽ എവിഡൻസിൽ പ്രൂവ് ചെയ്യണ്ടേ? ഇപ്പോൾ ബലാത്സംഗം ചെയ്തു എന്ന് ഒരു സ്ത്രീ അങ്ങനെ വ്യാജമായി പറയുമെന്ന് ആരും വിശ്വസിക്കത്തില്ല. വേണേ പറയാമെങ്കിലും സയന്റിഫിക് എവിഡൻസും കൂടെ വേണ്ടേ? ആ 15 ദിവസമല്ല. അങ്ങനെ ഇപ്പം ബാലുവിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടി വ്യാജമായി പറഞ്ഞാൽ 15 ദിവസമൊന്നുമല്ല, 10-90 ദിവസം പോക്കാം. പിന്നെ സയന്റിഫിക് എവിഡൻസും മറ്റതും മറിച്ചതും ഒക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ ഇടയ്ക്ക് അവൾ കോടതി വരാതിരുന്നാൽ മതിയല്ലോ. ഓക്കെ, ശരി. നിങ്ങൾക്ക് മാനനഷ്ടത്തിന് തിരിച്ച് കേസ് കൊടുക്കാം. കേസ് തള്ളിക്കഴിഞ്ഞാൽ കോടതി വരാതിരിക്കുമ്പോൾ കേസ് തള്ളിപ്പോവല്ലോ. പിന്നെ മാലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ് തിരിച്ചൊരു പണിയങ്ങ് കൊടുക്കാം. കോടിക്കണക്കിന് രൂപ ചോദിച്ചൂടെ മാലീഷ്യസ് പ്രോസിക്യൂഷൻ? അടുത്തത് 440 കണ്ടോ? എന്താ? എമൗണ്ട് ഓഫ് ബോണ്ട് ആൻഡ് റിഡക്ഷൻ thereof. അപ്പോൾ നമ്മൾ ജാമ്യം എടുക്കുമ്പോൾ എന്ത് വെക്കണം? ബോണ്ട് വെക്കണം. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നോക്കൂ. ദ എമൗണ്ട് ഓഫ് എവരി ബോണ്ട് എക്സിക്യൂട്ടഡ് അണ്ടർ ദിസ് ചാപ്റ്റർ ഷാൽ ബി ഫിക്സഡ് വിത്ത് ഡ്യൂ റിഗാർഡ് to the circumstance of the case and shall not be excessive. ഒരു ജാമ്യം എടുക്കുമ്പോൾ ബോണ്ട് സ്വീകരിക്കാം. അതെന്താവുള്ളത്? സർക്കംസ്റ്റാൻസസിനനുസരിച്ചായിരിക്കണം. നോട്ട് ബി എക്സസീവ്. എക്സസ് ആവാൻ പാടില്ല. ഇപ്പം ഞാൻ ഒരാൾക്കൊരു ജാമ്യം എടുത്തു കൊടുത്തു. അതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണെന്നറിയാമോ? 2 പേരുടെ ഒറിജിനൽ ടൈറ്റിൽ ഡീഡിൻ്റെ സർട്ടിഫൈഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. മാത്രമല്ല 50,000 രൂപയുടെ ബോണ്ട് വെക്കണമെന്ന് പറഞ്ഞു. 50,000 രൂപയുടെ ബോണ്ട് വെക്കാൻ എല്ലാവരും തയ്യാറായി. പക്ഷെ ഒറിജിനൽ സർട്ടിഫൈഡ് കോപ്പി കൊടുക്കണമെന്നും ഒറിജിനൽ ആധാരം കൊണ്ട് കാണിക്കണമെന്നും പറഞ്ഞിട്ട് ബെയിൽ അനുവദിച്ചിട്ടും 2 ആഴ്ച അകത്ത് കിടക്കേണ്ടി വന്നു.
ബെയിൽ അനുവദിച്ച് ബെയിൽ ഓർഡർ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ ബെയിൽ ഓർഡറിലെ കണ്ടീഷൻ കംപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോ കംപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞാൽ ഒറിജിനൽ ആധാരം ആരും കൊണ്ടുവരാൻ തയ്യാറല്ല. ആധാരം പിടിച്ച് കോടതി വെച്ചാൽ എന്തോ ചെയ്യുമെന്നായിപ്പോയി. അപ്പം ഞാൻ ഈ ജാമ്യക്കാരെ വിളിച്ചവർ ഇവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് ക്ലാസ് കൊടുത്തിട്ട് അവർ ജാമ്യത്തിന് തയ്യാറായി. ഇപ്പം അച്ഛനാണ് അകത്ത് കിടക്കുന്നതെന്ന് വെച്ചോ, മക്കളുടെ പേര് ഈ ഭൂമി കാണത്തില്ലല്ലോ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാലല്ലേ ഈ മക്കൾക്ക് കാണൂ. മരുമക്കളുടെ പേര് ഭൂമി കൊണ്ടേ മരുമക്കൾ വെക്കുമോ? ഇല്ല. സഹോദരനും സഹോദരിയും ഭൂമി കൊണ്ട് വെക്കുമോ? ഇല്ല. കേസ് തീരുന്നത് വരെ അവിടെ കിടക്കുമെന്നല്ലോ ഇവരുടെ പേടി. മാത്രമല്ല ഇയാൾ മുങ്ങിയാ പോയില്ലേ. അടുത്തത് നമുക്ക് ദ ഹൈക്കോർട്ട് ഓഫ് ദ സെഷൻ. ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് ഹാജരാക്കണമെന്ന് കോടതിക്ക് എന്ത് ഇൻസ്ട്രക്ഷൻ വേണമെങ്കിലും കൊടുക്കാമല്ലോ. ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് അവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് ഹാജരാക്കണമെന്നേ വന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ ഭൂമി കൊണ്ട് എവിടെങ്കിലും ജാമ്യം വെച്ച് ലോൺ എടുത്തിട്ടാണ് അവൻ ഇവിടെ ജാമ്യം നിൽക്കുന്നതെങ്കിൽ ഈ ജാമ്യക്കാരനും മുങ്ങും. ഭൂമി ബാങ്ക് കൊണ്ടുപോയാൽ എവിടെ നിന്ന് പിടിക്കും? അങ്ങനെ സംഭവിച്ചൂടെ? അല്ല, ഞാൻ ചെയ്യുന്നത് ഈ ടൈറ്റിൽ ഇതിനൊരു എമൗണ്ട് എന്തെങ്കിലും അവർക്ക് എമൗണ്ട് ആവശ്യപ്പെട്ടൂടെ ഷൂരിറ്റി ആയിട്ട്? എമൗണ്ട് പ്ലസ് ഒറിജിനൽ ടൈറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നല്ലേ ഓർഡർ. അവസാനം ഞാൻ എന്ത് ചെയ്ത് ഒരു കണ്ടീഷൻ ലിഫ്റ്റിംഗ് പെറ്റീഷൻ ഇട്ടു. ഈ എറണാകുളത്താണ്. കണ്ടീഷൻ ലിഫ്റ്റിംഗ് പെറ്റീഷൻ കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്ന കണ്ടീഷൻ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് തരണം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നായില്ല, സർട്ടിഫൈഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യണമെന്നാക്കി തന്നു. പക്ഷേ ആ സർട്ടിഫൈഡ് കോപ്പി തിരിച്ചു തന്നില്ല. സർട്ടിഫൈഡ് കോപ്പി അവിടെ പിടിച്ച് അവിടെ വെക്കുകയും ചെയ്തു. അത് മോഡിഫൈ ചെയ്ത് എങ്ങനെയാ? സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് ഷുഡ് ബി പ്രൊഡ്യൂസ് ആൻഡ് ഷുഡ് ബി കെപ്റ്റ് എലോങ് വിത്ത് ദ ബെയിൽ ബോണ്ട് എന്നാണ്. ആ സാർ റിട്ടയറായി പോയി. എങ്കിലും അതൊരു വലിയത്തെ പണിയായിപ്പോയി കേട്ടോ. 10-14 ദിവസം വീണ്ടും അയാൾ അവിടെ കിടന്നു. അടുത്ത The High Court or Court of Session may direct that the bail required by the police officer or magistrate to be required. ആ ബെയിൽ പോലീസിന് കൊടുക്കണോ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ബെയിൽ എടുക്കണമോ എന്നുകൂടി ഹൈക്കോടതിയും ജില്ലാ കോടതിയും പറയണം. ബഹുഭൂരിപക്ഷവും കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാനായിരിക്കും പറയുക. വളരെ നിസ്സാരമായ കേസുകളിൽ മാത്രമേ എവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറയുള്ളൂ? പോലീസ് സ്റ്റേഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറയും. ഓക്കെ. 441 ബോണ്ട് ഓഫ് ദി അക്യൂസ്ഡ് ആൻഡ് ഷുവർട്ടി. അപ്പോൾ അക്യൂസ്ഡ് ബോണ്ട് കൊടുക്കണമോ ഷുവർട്ടി ബോണ്ട് കൊടുക്കണമോ എന്ന് പറയുന്നത് എവിടെയാണ്? 441 നോക്കൂ. ബിഫോർ എനി പേഴ്സൺ ഈസ് റിലീസ്ഡ് ഓൺ ബെയിൽ, ഒരാൾ ബെയിൽ ബില്ലിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ഓർ റിലീസ്ഡ് ഓൺ ഹിസ് ഓൺ ബോണ്ട്, സ്വന്തം ബോണ്ടിൽ നിന്ന് അയാൾ റിലീസ് ചെയ്യുകയാണ് എങ്കിൽ എ ബോണ്ട് ഫോർ സച്ച് സം ഓഫ് മണി ആസ് ദ പോലീസ് ഓഫീസർ ഓർ ദ കോർട്ട്, കോടതിയിലാണോ പോലീസിലാണോ എത്ര പൈസയുടെ ബോണ്ടാണോ വെക്കേണ്ടത്, ആസ് ദ കേസ് മേ ബി തിങ്ക് സഫീഷ്യൻറ്റ് ഷാൽ ബി എക്സിക്യൂട്ടഡ് സച്ച് പേഴ്സൺ. സെൽഫ് ബോണ്ട് ആണെങ്കിലും ഷുവർട്ടി ബോണ്ട് ആണെങ്കിലും ജാമ്യ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന ജഡ്ജിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. പൈസ അടക്കണമെന്നല്ല പറഞ്ഞേ. ബോണ്ട് ഷുഡ് ബി എക്സിക്യൂട്ടഡ്. എന്ത് ചെയ്യണം? ആൻഡ് വെൻ ഹീ ഈസ് റിലീസ്ഡ് ഓൺ ബോണ്ട് ഓൺ ബെയിൽ ബൈ വൺ ഓർ മോർ സഫീഷ്യൻറ്റ് ഷുവർട്ടീസ്
conditioned that such a person shall be attend at the time. എന്താ കണ്ടീഷൻ? such a person shall attend at the time and place mentioned in the bond. ബോണ്ടിൽ പറഞ്ഞിരിക്കുന്ന സമയത്തും ബോണ്ടിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തും അയാൾ അറ്റൻഡ് ചെയ്യണം. ആര്? അക്യൂസ്ഡ്. and shall continue so attended until otherwise direct the police officer or court as the case may be. പോലീസ് ഓഫീസർ ആണോ കോടതിയാണോ എത്ര മാസം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രയും നാളും എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് വക്കീലന്മാർ സ്വീകരിക്കുന്ന ഒരു അടവ് നയം എന്താണെന്നറിയാമോ? എനി കണ്ടീഷൻ ഷുഡ് ബി ഇമ്പോസ്ഡ് മൈ ലോഡ്, ഐ ആം റെഡി ടു ഒബേ എന്നങ്ങ് പറയും. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ, എന്ത് കണ്ടീഷൻ വെച്ചാലും മച്ചോ ബ്ലേഡ് എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കും. ജാമ്യം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച തന്നെ കണ്ടീഷൻ ലിഫ്റ്റിംഗ് പെറ്റീഷനും കൊണ്ടുപോകും. അതിൽ ഏറ്റവും വലിയ കണ്ടീഷൻ ഒന്ന് ഒഴിവാക്കി തരണം, ഞാൻ അനുസരിച്ചോളാം എന്ന് പറയും. അതിനകത്ത് ചില ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്, 4 മാസത്തിനകം കണ്ടീഷൻ ലിഫ്റ്റിംഗ് പെറ്റീഷനും കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് അടിയിൽ എഴുതും. ജാമ്യം കൊടുക്കുമ്പം തന്നെ നോ കണ്ടീഷൻ ലിഫ്റ്റിംഗ് പെറ്റീഷൻ ഡേറ്റഡ് ഫോർ ദിസ് ഡേറ്റ് ടു ദാറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതും. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. എവിടെ പോകാൻ പറ്റൂ? ജില്ലാ കോടതിയിൽ അങ്ങനെ ഓർഡർ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിലേ പോകാൻ പറ്റൂ. ഹൈക്കോടതിയിൽ ഓർഡർ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിലല്ലേ പോകാൻ പറ്റൂ. അങ്ങനെയുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സും ഉണ്ട്. അടുത്തത്, for the purpose of determining whether the sureties are fit to sufficient, the court may accept affidavit and proof of the facts contained therein relating the sufficient fitness of sureties. അപ്പോൾ ഷുവർട്ടിയെ വന്നപ്പോൾ അതിനാണ് ഷുവർട്ടി അഫിഡവിറ്റ് കൊടുക്കുന്നത്. കണ്ടിട്ടുണ്ടോ ഈ സാധനം? അപ്പോൾ ജാമ്യം മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഷുവർട്ടി അഫിഡവിറ്റും കൂടെ കൊടുക്കും. ആ ഷുവർട്ടി അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കും 50,000 രൂപയുടെ ബോണ്ട് വെക്കുന്നതിന് വേണ്ടിയുള്ള സഫീഷ്യൻറ്റ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എനിക്കുണ്ട്, അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ബോണ്ട് വെക്കേണ്ട ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എനിക്കുണ്ടെന്ന് പറയും. ഓക്കെ, നോക്കൂ. ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് വെദർ ദ ഷുവർട്ടീസ് ആർ ഓർ സഫീഷ്യൻറ്റ്, ദ കോർട്ട് മേ അക്സെപ്റ്റ് ദ അഫിഡവിറ്റ് ഇൻ പ്രൂഫ് ആൻഡ് ദ ഫാക്ട്സ് കണ്ടെയ്ൻ therein relate to sufficient or fitness of sureties, if considers necessary, may either hold an enquiry itself or cause of injury. എന്ത് ചെയ്യുക? അത് അങ്ങനെ കൊടുക്കുന്ന ബോണ്ടിന് എന്ത് ചെയ്യണം? എൻക്വയറി അന്വേഷിച്ച് കൊടുത്തതിന് ശേഷം കൊടുത്താൽ മതി. ആൻഡ് കൺസിഡേഴ്സ് നെസസറി, either hold enquiry in the cause and the magistrate subordinate the court to such sufficient. അപ്പോൾ ഇതൊന്നും സാധാരണ ചെയ്യാറില്ല. എന്താ ചെയ്യുന്നത്? അയാളുടെ കയ്യിൽ നിന്നൊരു അഫിഡവിറ്റ് വാങ്ങും. എനിക്ക് ഇന്ന പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇന്ന വില്ലേജിൽ ഇന്ന ജില്ലയിൽ ഇന്ന താലൂക്കിൽ ഇത്ര സർവേ നമ്പറിൽ ഇത്ര സെൻറ്റ് ഭൂമി ഉള്ളതും ആ ഭൂമിക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ വില വരുന്നതുമാണ്. അതിന് 6 മാസത്തിനകം ഞാൻ അടച്ച ടാക്സ് റെസിപ്റ്റ് ഹാജരാക്കുന്നു, ഒറിജിനൽ എന്നും പറഞ്ഞുകൊണ്ട് ആ ടാക്സ് റെസിപ്റ്റും കൂടെ അങ്ങ് ഹാജരാക്കലാ ചെയ്യുക. എൻക്വയറിയൊക്കെ നടത്തി ജാമ്യം കൊടുക്കണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ അവൻ വീണ്ടും അകത്ത് കിടക്കും. മനസ്സിലായോ? അതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇപ്പം നാളെ കോടതി ഇല്ല. എപ്പോൾ വേണം? അപ്പം ഞാൻ ചിലപ്പം 3 മണി കഴിഞ്ഞാൽ അങ്ങ് എൻഗേജ്ഡ് ആവും. രാവിലെ 7 മണി മുതൽ 9 മണി വരെ ആയാലോ? അതോ 8 മണി മുതൽ 10 മണി വരെ ആവണോ? 8 to 10. ശരി, അപ്പോൾ 8 മണിയാകുമ്പോൾ റെഡി ആവണം. ശരി, ഓക്കെ, ബൈ.